ഇന്ന് വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഈ ദിവസവും ദൈവം നൽകിയതോർത്ത് നന്ദി കരയുന്നു. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌണിന്റെ സാഹചര്യങ്ങളിൽ ഭവനങ്ങളിലിരുന്ന് നാം ദൈവത്തെ ആരാധിക്കുകയാണല്ലോ. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കാനും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, മനോഹര പ്രഭാതത്തിൽ ഈ വിശുദ്ധ ദിവസത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ച വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ലോകവും ഞങ്ങളുടെ നാടുമൊക്കെയും വളരെ പ്രതികൂലമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ആലയത്തിൽ വന്ന് ആരാധിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും ഭവനങ്ങളിലായിരുന്നു അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ദൈവമേ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഏത് സ്ഥലത്തിരുന്നാലും കർത്താവെ, ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും ഒക്കെ തിരുമുമ്പാകെ ഏറ്റവും അനുഗ്രഹപൂർണമായി തീരുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ ആരാധനയുടെ സമയത്ത് അങ്ങയുടെ കൃപയും കാവലും ഒക്കെ ധാരാളമായി അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതം 344 നമുക്ക് പറയാം. ഗീതം 344. ുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. എന്നാൽ വർണ്ണിക്കും പിതാവിനും പുത്രനും
പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങൾ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ദുരിതവും ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ നിന്ന് മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവീക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിൽ ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. സർവശക്തി മഹാകരുണയുള്ള പിതാവേ, ഞങ്ങളുടെ സന്ദർഭങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസങ്ങളെയും ക്ഷണിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. മനുഷ്യന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവവേദനകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിയമശോധന പ്രകാരം അനുഭവിക്കുന്നവരെ വേണ്ടി കൈക്കൊള്ളണമേ. മഹാകരുണപിതാവേ, നിന്റെ പരിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങളുടെ മേൽ ദൈവത്തോട് നീതിയോട് സ്വഭാവത്തോട് നടക്കേണ്ടതിന് ക്രിസ്തുവിൽ കൃപ ചെയ്യണമേ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്കിപ്പോൾ ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള ദൈവവചനം കേൾപ്പി. ദ പ്രൊഫറ്റിക് ബുക്ക് ഓഫ് ജോയൽ, ചാപ്റ്റർ 2, വേഴ്സസ് 28 to 32. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാടുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും.
യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. ഇങ്ങനെ പാഠം അവസാനിക്കുന്നു. ഇന്ന് കാലത്തേക്കാൾ നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 42, Psalms 42. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടു കൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മീസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കും. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയാഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. യഹോവ പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ചു നടക്കേണ്ടി വരുന്നതുമെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെ എന്ന് എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികൾ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഇവിടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും എപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾപ്പിൻ. ഗലേഷ്യൻസ് chapter 5 verses 22-26. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിലാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിനെ വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികൾ ആകരുത്. ഇവിടെ രണ്ടാം പാഠം അവസാനിച്ചിരിക്കുന്നു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. Gospel according to St. John chapter 14 verses 15-21. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും.
എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. നിങ്ങൾ കേട്ടത് ക്രിസ്തുവിന്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ജ്ഞാനകീർത്തനങ്ങളിൽ 202 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 202, ഹിം നമ്പർ 202. ഈ മനോഹരമായ പ്രഭാത സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ ഇരിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ആരാധന ഉയരുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് മനസ്സലിയുന്നത് ഓർത്ത് നന്ദി കരയറ്റുന്നു. കർത്താവിനെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വചനത്തിനായിട്ട് സ്തോത്രം. വചനധ്യാനത്തിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തുന്ന, ഞങ്ങളുടെ ഹൃദയത്തെ ശാന്തത നൽകുന്ന കർത്താവെ, ലോകത്തിന്റെ പ്രതിസന്ധികളെ മറികടപ്പാൻ ഞങ്ങൾക്ക് ആവശ്യമായ ബലം നൽകുന്ന നിന്റെ വചനം കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് എഴുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അടിയന്റെ വായിലെ വാക്കുകളും നിന്റെ മക്കൾ ഓരോരുത്തരുടെ ഹൃദയത്തിലെ ചിന്തകളും ധ്യാനങ്ങളും എപ്പോഴും അങ്ങേക്ക് മാത്രം പ്രസാദകരമായിരിക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ലോക്ക്ഡൌൺ കാലയളവിൽ
നമുക്ക് ഒരിക്കൽ കൂടെ ഒരുമിച്ച് നമ്മുടെ ഭവനങ്ങളിൽ ദൈവവചനം ധ്യാനിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്ന വലിയ പദവിക്കും അവസരത്തിനുമായി ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഈ ദിവസങ്ങളിൽ ഉയർപ്പിന് ശേഷമുള്ള ഞായറാഴ്ചകളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യ ജീവിതത്തിലെ വിവിധ ഇടപെടലുകളാണ് നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഞായറാഴ്ച മുതൽ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ നമ്മെ ബലപ്പെടുത്തുന്ന 2 ചിന്തകൾ ചേർത്ത് നമ്മൾ ധ്യാനിക്കുകയാണ്. ഇന്ന് പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം എന്ന ചിന്തയും, അടുത്ത ഞായറാഴ്ച പെന്തക്കോസ്ത് ഞായറാഴ്ചയാണ് പരിശുദ്ധാത്മാവെ വരിക, സകലത്തെയും പുതുക്കുക, റിന്യൂ ചെയ്യുക എന്നുള്ള ഈ 2 ധ്യാന വിഷയങ്ങൾ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുത്തി ഈ ഞായറാഴ്ചയും അടുത്ത ഞായറാഴ്ചയുമായിട്ട് നമ്മൾ ധ്യാനിക്കുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ തൃത്വദൈവത്തെ നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതയാത്രയിൽ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ശക്തീകരിക്കുന്ന, ദൈനംദിന ജീവിതാനുഭവങ്ങളിലെ വെല്ലുവിളികൾ നേരിടുവാൻ നമ്മെ സജ്ജരാക്കുന്ന തൃത്വത്തിലെ 3ാമത്തെ ആളത്വമാണ് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലയളവിൽ ഒട്ടേറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പദമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ കമ്പോളങ്ങളിൽ നിന്ന് വാങ്ങുവാൻ കഴിയുന്ന, എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന, ഇമ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കമോഡിറ്റി എന്ന നിലയിൽ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ യഥാർത്ഥ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിനെ പറ്റി, നമ്മെ വഴി നടത്തുന്ന, നമ്മോട് കൂടെ ആയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റി ഏറ്റവും വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. റൂഹ എന്ന ഹീബ്രുവിലും ന്യൂമ എന്ന് ഗ്രീക്കിലും മനസ്സിലാകുന്ന ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ആത്മാവ്, ആ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തുന്ന ആത്മാവാണ്. സ്പിരിറ്റ് എന്ന് പറയുന്ന വാക്കിന് നശിച്ചു പോകാത്തത്, വീര്യം കൂടിയത് എന്നൊക്കെ അർത്ഥത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പുതുക്കത്തിൽ നമ്മെ നിലനിർത്തുന്ന, നമ്മളെ നശീകരണത്തിന്റെ അനുഭവത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്ന ഒന്നായി പരിശുദ്ധാത്മാവിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഈ പരിശുദ്ധാത്മ വാഗ്ദാനത്തിന്റെ 3 പ്രത്യേകതകൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മ വാഗ്ദാനം എപ്രകാരമുള്ളതാണ് എന്നത് ഇന്നത്തെ 3 വേദഭാഗങ്ങളിലൂടെ ഒന്ന് ധ്യാനിച്ച് ഇന്നത്തെ നമ്മുടെ വചനചിന്ത പെട്ടെന്ന് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കട്ടെ. നമ്മൾ 1ാം പാഠമായി വായിച്ച യോവേൽ പ്രവാചകന്റെ പുസ്തകം 2ാം അധ്യായം 28 മുതൽ 32 വരെയുള്ളതായ വാക്യങ്ങൾ. ഈ യോവേൽ പ്രവചനം ഈ 2ാമത്തെ അധ്യായത്തിന്റെ ഇതിലേക്ക് വരുമ്പോൾ ഒരു പുതിയ അനുഭവത്തെ പറ്റിയാണ് നമ്മളെ ഓർമ്മിക്കുന്നത്. അതുകൊണ്ട് ഈ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രോമിസ് ഓഫ് ഹോളി സ്പിരിറ്റ് ഈസ് എ ലൈഫ് ഗിവിംഗ് പ്രോമിസ്. പരിശുദ്ധാത്മദാനം, പരിശുദ്ധാത്മ വാഗ്ദാനം ജീവദായകമായ വാഗ്ദാനം. പരിശുദ്ധാത്മ വാഗ്ദാനം ജീവദായകമായ വാഗ്ദാനം. യഹൂദാജനം ദൈവത്തെ ഉപേക്ഷിച്ച് വിഗ്രഹത്തിന്റെ പിറകെ പോകുന്നതായ അനുഭവത്തിൽ, ജീവിതത്തിൽ ജനത നേരിടുന്നതായ വിവിധങ്ങളായ അനുഭവങ്ങൾ, ജീവിതത്തിൽ ദൈവജനം അനുഭവിക്കുന്നതായ വെല്ലുവിളികളുടെ മധ്യേ, വൈതരണ്യങ്ങളുടെ മധ്യേ തകർന്ന് ഇല്ലാതായി പോകുന്നതായ അനുഭവങ്ങൾ, ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ, ക്ഷാമം, ഒരു ദേശത്തിന്റെ എല്ലാ സുരക്ഷിതത്വങ്ങളും നശിക്കുമ്പോൾ നമുക്ക് ദൈവികമായ ഒരു ഇടപെടൽ ആ ദേശത്തിന്റെ രൂപാന്തരത്തിന് വേണ്ടി, ആ ദേശത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, ആ ദേശത്തിന്റെ വിടുതലിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഇടപെടൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അവിടെ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്, അല്ലെങ്കിൽ ദൈവജനത്തിന് നൽകുന്നതായ വാഗ്ദാനമാണ്. ഇഫ് യു റിപ്പന്റ് ആൻഡ് കം ബാക്ക്, I will accept you. Still my presence can rebuild you. നിങ്ങളുടെ ജീവിതത്തിന്റെ പരാധീനതകളുടെ മധ്യേ, നിങ്ങളുടെ ജീവിതത്തിന്റെ പരാജയങ്ങളുടെ മധ്യേ, നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ പാളിപ്പോകലുകൾക്കും ശേഷവും, നിങ്ങളുടെ ജീവിതത്തിന്റെ സകല വീഴ്ചകൾക്ക് ശേഷവും, യഹൂദാജനത്തിന് സംഭവിച്ചതായ സകല പരാജയങ്ങൾക്ക് ശേഷവും, ദൈവത്തെ ഉപേക്ഷിച്ചിട്ടുള്ള അവരുടെ സകല യാത്രകൾക്ക് ശേഷവും ദൈവം അവർക്ക് നൽകുന്ന ഉറപ്പാണ്, നിങ്ങളെങ്കിലേക്ക് മടങ്ങുമെങ്കിൽ ഞാൻ നിങ്ങളെ പുനർനിർമ്മിക്കും. ഐ വിൽ റീബിൽഡ് യു. ഞാൻ നിങ്ങളെ
പണിയും, ഞാൻ നിങ്ങളെ പുനരുദ്ധരിക്കുമെന്ന് കർത്താവ് ദൈവം അവർക്ക് വാഗ്ദത്തം നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നീറുന്നതായ നമ്മുടെ ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിലെ സാന്ത്വനിപ്പിക്കുന്ന മൃദു സമീപനമാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ശബ്ദ കോലാഹലങ്ങളുടെ മധ്യയാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത് എന്ന് പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ലോകത്തിന്റെ മധ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം, ഈ ലോകത്തിന്റെ നൊമ്പരങ്ങളിൽ നമുക്ക് ആശ്വാസമായി വരുന്ന ഒരു മന്ദമാരുതനെ പോലെയുള്ള മൃദു സമീപനമാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്ന് നമുക്ക് എത്രത്തോളം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന് ഈ വചനചിന്ത പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് എന്റെ എല്ലാ തെറ്റിപ്പോകലുകൾക്കും ശേഷവും, എന്റെ എല്ലാ ഉലച്ചിലുകൾക്ക് ശേഷവും, എന്റെ എല്ലാ പരാജയങ്ങൾക്ക് ശേഷവും, എന്റെ ജീവിതത്തിൽ ഇനി മറ്റ് ആശയും എന്റെ മറ്റ് അഭയങ്ങളും ഒന്നുമില്ലാതെ വല്ലാതെ തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ അവനിലേക്ക് മടങ്ങി വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്നതായ ആശ്വാസവും ഞാൻ അനുഭവിക്കുന്നതായ സമാധാനവുമാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നത്. അല്ലെങ്കിൽ അതിലാണ് പരിശുദ്ധാത്മാ വാഗ്ദാനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, അവിടെ പറയുന്നു പരിശുദ്ധാത്മാവ് സകല ജഡത്തിന്മേലും വരും. ചിലരുടെ മേൽ മാത്രമല്ല, സകല ജഡത്തിന്മേലും പകരപ്പെടുന്നതായ ആത്മാവിനെ പറ്റിയാണ് യോവേൽ പ്രവാചകൻ നമ്മളെ ഓർപ്പിക്കുന്നത്. സകല ജഡത്തിന്മേലും പകരപ്പെടുന്നതായ ഒരു ആത്മാവ്, സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും എന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു. ഈ പകരപ്പെടൽ നടക്കുമ്പോൾ, സർവ്വജനങ്ങൾക്ക് മേലും ഈ ആത്മാവിനെ പകരപ്പെടുമ്പോൾ, അല്ലെങ്കിൽ സർവ്വജനങ്ങൾക്കുമായി ഈ ആത്മാവിനെ വാഗ്ദാനം ചെയ്യുമ്പോൾ അവിടെ വചനം ഓർപ്പിക്കുന്നു, അപൂർവങ്ങളായ ചിലത് സംഭവിക്കാനായിട്ട് പോവുകയാണ്. ഈ ആത്മാവ് പകരപ്പെടുമ്പോൾ അപൂർവങ്ങളായ ചിലത് അവിടെ സംഭവിക്കാനായിട്ട് പോകുന്നു. അവിടെ പറയുന്നു, ഒന്ന്, സ്വപ്നങ്ങൾ അവസാനിച്ചവർ വീണ്ടും സ്വപ്നം കാണും, അല്ലെ? അവിടെ പറയുന്നു വൃദ്ധന്മാർ, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. സ്വപ്നങ്ങൾ അവസാനിച്ചവരാണ്. ഇനി ജീവിതത്തെ കുറിച്ച് ഒരു സ്വപ്നവും കാണാനില്ലാതെ നമ്മളൊക്കെ പറയാറുണ്ട്. തമാശികളും കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്നവരൊക്കെ നമ്മുടെ വാർദ്ധക്യങ്ങളെ പറ്റി പറയാറുണ്ട്. എന്നാൽ ഇവിടെ വചനം ഓർപ്പിക്കുന്നു, അത്തരത്തിൽ നിങ്ങൾ അവസാനം എന്ന് പറഞ്ഞു നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഇനി സ്വപ്നങ്ങളൊന്നും അവശേഷിക്കുന്നില്ല എന്ന് പറയുന്നവർ പുതിയ സ്വപ്നങ്ങളെ കാണുന്ന അനുഭവമാണ് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനത്തോടുള്ള പ്രതികരണം അവിടെ ഉണ്ടാക്കുന്നത്. പറയുന്നു, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. നമ്മൾ സാധാരണ പറയുന്നതാണ്, ഇന്നത്തെ ചുറ്റുപാടുകളെ പറ്റി നമ്മൾ പറയുന്നതാണ്, നിങ്ങളുടെ യുവാക്കൾ ദർശനം നശിച്ചവരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ യുവാക്കൾക്ക് ഒരു ഭാവിയെ പറ്റിയുള്ളതായ കാഴ്ചപ്പാടില്ല എന്നൊക്കെ നമ്മൾ പരാതി പറയാറുണ്ട്. എന്നാൽ ഇവിടെ പ്രവാചകൻ ഓർപ്പിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് സകല ജഡത്തിന്മേലും പകരപ്പെടുമ്പോൾ ആ ആത്മാവിനുള്ള പ്രതികരണം ക്രിയാത്മകമാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ സ്വപ്നങ്ങൾ നശിച്ചവർ പുതിയ സ്വപ്നങ്ങളെ കാണുവാനായിട്ട് തുടങ്ങുകയാണ്. ദർശനങ്ങളില്ലാതെ പോയവർ, അല്ലെങ്കിൽ ദർശനങ്ങളില്ലാതെ നശിക്കുന്നു എന്ന് നമ്മൾ പറയുന്നവർ പുതിയ ദർശനങ്ങളെ കാണുകയാണ്. പിന്നെ പറയുന്നു, ആരും പരിഗണിക്കാതിരുന്ന നിങ്ങളുടെ ദാസീദാസന്മാർ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ മക്കളെ പറ്റി പറയും, നമ്മളുടെ സ്വന്തക്കാരെ പറ്റി പറയും, നമ്മളുടെ പ്രിയപ്പെട്ടവരെ പറ്റി പറയും. പക്ഷേ നമ്മുടെ കൂടെയുള്ള ദാസീദാസന്മാർ, അവർക്ക് അത്ര പരിഗണന പലപ്പോഴും നമ്മൾ നൽകാറില്ല. എന്നാൽ ഈ വചനം ഓർപ്പിക്കുന്നു, ആത്മാവ് പകരപ്പെടുമ്പോൾ ആത്മാവിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുന്ന അനുഭവങ്ങളിലേക്കും, ദർശനമില്ലെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ യൗവനക്കാർ ദർശനം കാണുന്ന അനുഭവങ്ങളിലേക്കും, അതിലുമപ്പുറമായിട്ട് നിങ്ങളുടെ വീട്ടിലെ ദാസീദാസന്മാർ നിങ്ങളുടെ പരിഗണന അനുഭവിക്കുന്ന സമയങ്ങളിലേക്കും ഉള്ള രൂപാന്തരമാണ് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം നമുക്ക് നൽകുന്നതായ ഉറപ്പ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം അനുഭവിച്ചതായി നാം ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ട ഒരു സമയത്തിലും സാവകാശത്തിലുമാണ് നാം ആയിരിക്കുന്നത്. അതിനെ ഓർപ്പിക്കുന്നു, തീയും ഗന്ധകവും ഇറങ്ങുന്നതായ അനുഭവങ്ങൾ കാത്തിരിക്കുന്നു. തീയും ഗന്ധകവും ഇറങ്ങുന്ന ദുരനുഭവങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട്. എന്നാൽ അവിടെ ഓർപ്പിക്കുന്നു, ദൈവാത്മാവിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചവർ രക്ഷിക്കപ്പെടും. യഹോവയോട് ക്രിയാത്മകമായി പ്രതികരിച്ചവർ രക്ഷിക്കപ്പെടും എന്ന് വചനം നമ്മളെ ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടുകളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപനത്തിൽ നാം ചെയ്യേണ്ട ചില ഉത്തരവാദിത്വങ്ങൾ വളരെ വിസിബിളായി നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് തെളിഞ്ഞു കാണുന്നില്ലേ?
തീയും ഗന്ധകവും ഇറങ്ങുന്നത് അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഇന്ന് കാണുന്നത് എന്തനുഭവങ്ങളാണ്? ഇന്ന് നാം കാണുന്നതായ ഈ മഹാമാരിയുടെയും മഹാവ്യാധിയുടെയും മധ്യേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം വെളിപ്പെടുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകൾക്ക് അത്തരത്തിലുള്ളതായ അനുഭവങ്ങൾ നാം പകർന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ തകർന്ന സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ കൈപിടിച്ചുയർത്തുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് വചനം നമ്മളെ ഓർപ്പിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ഇന്ന് വായിച്ച സുവിശേഷ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങൾ അവിടെ നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ ഒന്ന് ചുരുക്കാനായിട്ട് സാധിക്കും. ഇറ്റ്സ് എ പ്രോമിസ് ദാറ്റ് അഷ്യൂർസ് മീ ദാറ്റ് ഐ ബിലോങ് ടു ഗോഡ്. ഞാൻ ദൈവത്തിന്റെ സ്വന്തമെന്ന് ഉറപ്പ് നൽകുന്ന വാഗ്ദാനമാണ് പരിശുദ്ധാത്മ വാഗ്ദാനം. അപ്പോൾ ഒന്ന് നമ്മൾ കണ്ടത്, നമ്മുടെ തകർന്ന ജീവിത സാഹചര്യങ്ങളിൽ നമ്മളെ കൈപിടിച്ചു നടത്തുന്ന ആത്മാവ് ദൈവാത്മാവ്. യഹൂദ ജനതയുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് അവരുടെ എല്ലാ തകർച്ചകൾക്കും പാളിച്ചകൾക്കും ശേഷം നിങ്ങളെ ഞാൻ കരം പിടിച്ച് സ്വന്തമാക്കും എന്ന് പറയുന്ന ദൈവം സകല ജഡത്തിന്മേലും ദൈവത്തിന്റെ ആത്മാവിനെ പകരുമ്പോൾ സംഭവിക്കുന്നതായ അനുഭവങ്ങൾ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നാം വായിച്ചു കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്, എന്റെ തകർച്ചകൾക്കും എന്റെ പതർച്ചകൾക്കും ശേഷം എന്നെ കൈപിടിച്ചു നടത്തുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം. 2 യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഞാൻ ദൈവത്തിന്റെ സ്വന്തമാണ് എന്ന് ഉറപ്പ് നൽകുന്ന വാഗ്ദാനമാണ് പരിശുദ്ധാത്മ വാഗ്ദാനം. ഇറ്റ് ഇസ് എ പ്രോമിസ് ദാറ്റ് അഷ്യൂർസ് മീ ദാറ്റ് ഐ ബിലോങ്സ് ടു ഗോഡ്. ഞാൻ ദൈവത്തിന്റെ സ്വന്തമാണ് എന്ന് ഉറപ്പ് നൽകുന്ന വാഗ്ദാനം. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല എന്നുള്ളതാണ്. ഈ ലോകത്തിൽ എന്റെ ജീവിതയാത്രയിൽ നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മെ നൊമ്പരപ്പെടുത്തുന്ന ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് സ്വന്തം എന്ന് പറയാൻ, ഞാൻ സ്വന്തം എന്ന് പറയുന്ന ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയതായ ഒരു സങ്കടം. പക്ഷേ ഇവിടെ വചനം നമ്മളെ സ്വന്തമാക്കുകയാണ്. ദൈവം നമ്മളെ സ്വന്തമാക്കി. ഇനി ഞാൻ അനാഥരല്ല. വചനം നമുക്ക് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. വചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ്, ദൈവം പരിശുദ്ധാത്മ വാഗ്ദാനത്തിലൂടെ നമ്മളെ ദൈവത്തിന്റെ സ്വന്തമാക്കിയത്. അതുകൊണ്ട് ഇനി നിനക്കാരുമില്ല എന്നുള്ള പരാതിക്ക്, ഇനി നിനക്കാരുമില്ല എനിക്കാരുമില്ല എന്നുള്ള പരാതിക്ക് അടിസ്ഥാനമില്ല. എന്നാൽ അവനിൽ വിശ്വസിക്കുന്നവർക്ക്, അവനെ ഏറ്റുപറയുന്നവർക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അവനെ ദൈവം സ്വന്തമാക്കുന്നതായ അനുഭവമാണ് യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ ഈ രേഖപ്പെടുത്തൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഫെയർവെൽ സ്പീച്ചിന്റെ ഭാഗമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ ഭാഗമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് പറയുകയാണ്, ഞാനില്ലാത്തതായ, എന്റെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്തതായ, എന്റെ സാന്നിധ്യമില്ലാത്തതായ ചില ദിവസങ്ങൾ എന്റെ പ്രിയ ശിഷ്യന്മാരെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 3.5 വർഷക്കാലം നിങ്ങളോട് കൂടെയായിരുന്ന എന്റെ ഭൗതികമായ സാന്നിധ്യമില്ലാത്ത ചില അനുഭവങ്ങൾ, ചില ദിവസങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് എന്നെ തേടി, അല്ലെങ്കിൽ എന്നോട് കൂടെ യാത്ര പുറപ്പെട്ടവരാണ്. ആർക്കു വേണ്ടിയാണോ നിങ്ങൾ ഇതൊക്കെ ഉപേക്ഷിച്ച് എന്റെ പിന്നാലെ വന്ന്, അവൻ തന്നെ, അയാൾ തന്നെ നിങ്ങളെ ഉപേക്ഷിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആരാണുള്ളത്? അതുകൊണ്ട് ഈ ഒരു ആശങ്കയുടെ നിമിഷങ്ങൾ അതിജീവിക്കുവാനായിട്ട് കർത്താവ് അവരോട് പറയുന്ന ഒരു വാക്യമാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. യു ആർ നോട്ട് ഓർഫൻസ്. നിങ്ങൾ ഇനി അനാഥരല്ല. ലോകത്തിൽ നിങ്ങൾക്കാരുമില്ല എന്നുള്ളതായ ആശ നശിച്ചു പോകരുത്, എന്നുള്ളതായ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. വചനം നമ്മളെ ഓർപ്പിക്കുന്നു, ലോകത്തിൽ നിങ്ങൾ ആശ വെച്ചതും, ലോകത്തിൽ നിങ്ങൾ അഭയം പ്രാപിച്ചതും, ലോകത്തിൽ നിങ്ങൾ അമിതമായി സ്നേഹിച്ചതും ഒക്കെയും നമ്മളെ വിട്ടുപോകുന്നതായ ഒരു നിമിഷം ഉണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളിപ്പോൾ ഈ മഹാമാരിയുടെ മധ്യേ, അല്ലെങ്കിൽ ഈ മഹാവ്യാധിയുടെ മധ്യേ നമ്മൾ കാണുന്നതാണ് എത്രയോ ആളുകൾ, ലക്ഷോപലക്ഷം ആളുകൾ ഈ ജീവിതത്തിൽ നിന്ന് നിസ്സഹായരായിട്ട് മടക്കയാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മടങ്ങിപ്പോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ അഭയം പ്രാപിച്ചത്, നമ്മൾ നേടിയെടുത്തത്, നമ്മൾ അമിതമായി സ്നേഹിച്ചത് ഒന്നും ശാശ്വതമായി നമ്മോട് കൂടെ ഉണ്ടാകുകയില്ല. നാം നേടിയതും, നാം സ്വന്തമാക്കിയതും, നാം പോരടിച്ച് സ്വന്തമാക്കിയതും, നാം വഴക്കുകൂടി ഉണ്ടാക്കിയതും, നാം വെട്ടിപ്പിടിച്ചതും, നാം സ്നേഹിച്ച് നേടിയതും, നാം കലഹിച്ച് നേടിയതും ഒക്കെയും വിട്ട്
ഒരു നാൾ നമുക്ക് മടങ്ങേണ്ടി വരും. ചിലതൊക്കെ ചില നേരങ്ങളിൽ നിശ്ചയമായും നമ്മളെ വിട്ട് കടന്നു പോകുന്നതാണ്. പക്ഷേ കർത്താവിന്റെ വാഗ്ദാനം അവിടെ നിങ്ങൾക്ക് നൽകുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കുമെന്നുള്ളതായ കർത്താവിന്റെ വലിയതായ വാഗ്ദാനം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ കാത്ത് എന്നെ അനുസരിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകളെ അനുസരിക്കും, എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കർത്താവ് ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെടുന്നത്, ഈ നിന്നോട് കൂടെ ഞാൻ ഇരിക്കുമെന്നുള്ളതായ വാഗ്ദത്തം പാലിക്കുവാനായിട്ട്. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകളെ അനുസരിക്കും, എന്റെ കൽപ്പനകളെ കാക്കും, അപ്പോൾ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകുകയാണ്. കർത്താവ് നമുക്ക് വാഗ്ദാനം നൽകുകയാണ്. എപ്പോൾ നാം ഈ യേശുവിനെ സ്വീകരിക്കുന്നുവോ, എപ്പോൾ നാം ഈ കർത്താവിനെ ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ, അപ്പോൾ മുതൽ നിന്നെ അനാഥനായി വിടാതെ നിന്റെ സകല കാര്യങ്ങൾക്കും നടത്തിപ്പുകാരനായിട്ട് ഈ പരിശുദ്ധാത്മാവിനെ നിന്റെ ജീവിതത്തിൽ നൽകിയിട്ട് എന്നേക്കും നിന്നോട് കൂടെ ഇരിക്കേണ്ടതിനുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇതിലും വലിയ ഒരു അനുഭവം എന്താണ് ഈ ജീവിതയാത്രയിൽ നമുക്ക് വേണ്ടത്? ഇതിലും വലിയതായ ഒരു ബലം നമുക്ക് എന്താണ് വേണ്ടത്? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്ര പ്രയാസങ്ങളില്ലാത്ത അനുഭവമല്ല, ബുദ്ധിമുട്ടുകളില്ലാത്ത അനുഭവമല്ല. പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ വചനം നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ബൈബിളിലെ വിവിധ അനുഭവങ്ങൾ, വിശുദ്ധ വേദപുസ്തകത്തിലെ പല അനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, നമ്മുടെ ജീവിതയാത്ര നൊമ്പരമില്ലാത്ത അനുഭവമല്ല, നമ്മുടെ ജീവിതയാത്ര പ്രയാസമില്ലാത്ത അനുഭവമല്ല, മറിച്ച് പ്രയാസങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഒക്കെ മധ്യത്തിലും നമ്മെ താങ്ങി നടത്തുന്നതായ ദൈവമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയോ കണ്ടതായ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ആയിരുന്നു, നമ്മുടെ തന്നെ അംഗങ്ങളിലാളുടെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ആയിരുന്നു. പൗലോസിന്റെ കരങ്ങളിൽ പാമ്പ് കടിക്കുന്നതായ ഒരു സാഹചര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പാമ്പ് കടിക്കുമ്പോൾ, അപ്പോസ്തലന്റെ കരങ്ങളിൽ പാമ്പ് കടിക്കുമ്പോൾ പാമ്പിനെ കുടഞ്ഞു കളയുന്നുണ്ട്. പക്ഷേ പാമ്പിന്റെ വിഷം അവനെ ബാധിക്കുന്നില്ല. പക്ഷെ ആ ഭാഗത്ത് പറഞ്ഞിട്ടില്ല, പാമ്പ് കടിച്ചെടുത്ത് അപ്പോസ്തലന് വേദനിച്ചില്ല എന്ന് പറഞ്ഞില്ല. വേദനയുണ്ട്, പക്ഷേ വേദനയുടെ മധ്യത്തിലും വിഷം നിന്നെ തൊടാതെ നിന്നെ സംരക്ഷിക്കാൻ കഴിയുന്നതായ ഒരു ദൈവമാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും ഭാരങ്ങളും നൊമ്പരങ്ങളും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കും, യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതത്തിന്റെ പടക് ആടി ഉലയും, സംശയമില്ല. നമ്മുടെ ജീവിതത്തിൽ നൊമ്പരങ്ങൾ വീശിയടിക്കും, യാതൊരു സംശയവുമില്ല. പക്ഷേ ഒറ്റക്കാര്യം മാത്രം, ഈ വീശി അടിക്കുന്നതായ കാറ്റിന്റെ മധ്യേ നിന്റെ പടകിനെ നിയന്ത്രിക്കുവാൻ നിന്റെ പടകിൽ നിന്റെ കർത്താവുണ്ടെങ്കിൽ ഈ കാറ്റ് നിന്റെ ജീവിതത്തെ നശിപ്പിക്കാനുള്ളതല്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ജീവിതത്തിൽ വേദനകൾ വന്നു കയറുമ്പോൾ ആ വേദനകൾ നമ്മളെ ഇല്ലാതെയാക്കാനുള്ളതല്ല എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഈ പ്രാർത്ഥനയിലൂടെ, കർത്താവിന്റെ സന്നിധിയിൽ വിനയപ്പെടുന്നതിലൂടെ, കർത്താവിനെ സ്വീകരിക്കുന്നതിലൂടെ ഞാൻ നിങ്ങളെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതായ അവന്റെ വാഗ്ദാനം ഈ വേദനകളിൽ നിന്നും നൊമ്പരങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുവാൻ മതിയായതാണ് എന്നുള്ളതായ ഉറപ്പാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. ഒന്ന്, എന്റെ എല്ലാ പ്രയാസങ്ങൾക്ക് ശേഷവും, എന്റെ എല്ലാ വഴിപിഴക്കുകൾക്ക് ശേഷവും, എന്റെ എല്ലാ പരാജയങ്ങൾക്ക് ശേഷവും നിന്റെ തകർന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നും നിന്നെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യമാണ് യോവേൽ പ്രവാചകൻ നമുക്ക് നൽകുന്നത്. രണ്ട്, നമ്മളിന്ന് വായിച്ച സുവിശേഷ വേദഭാഗത്തോട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, ആരുമില്ല എന്ന് പരാതി പറയുന്ന ഈ ലോകത്തിൽ ദൈവം സ്വന്തമാക്കിയവരാണ് നാം എന്ന് തിരിച്ചറിവ്. ഞാൻ ദൈവത്തിന്റെ സ്വന്തമാണ് എന്ന ഉറപ്പ് ദൈവവചനം നമുക്ക് നൽകുന്നു. മൂന്ന്, നമ്മളിന്ന് വായിച്ച രണ്ടാം പാഠത്തിലേക്ക് വരുമ്പോൾ ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ളതായ വാക്യങ്ങൾ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് അവിടെ കാണുമ്പോൾ, ഇറ്റ് ഇസ് എ പ്രോമിസ് ദാറ്റ് ഇൻവൈറ്റ്സ് us to bear fruit. ഫലദായകരായി തീരുവാൻ നമ്മെ ക്ഷണിക്കുന്ന വാഗ്ദാനമാണ് പരിശുദ്ധാത്മ വാഗ്ദാനം. ഫലദായകരായി തീരുവാൻ നമ്മെ ക്ഷണിക്കുന്ന വാഗ്ദാനമാണ് പരിശുദ്ധാത്മ വാഗ്ദാനം. ഇറ്റ് ഇസ് എ പ്രോമിസ് ദാറ്റ് ഇൻവൈറ്റ്സ് us to bear fruit. നിന്റെ ജീവിതത്തിന്റെ നമ്മൾ കണ്ടു, നിന്റെ ജീവിതത്തിന്റെ തകർന്ന ജീവിത സാഹചര്യങ്ങളിൽ കൈപിടിച്ച് നടത്തുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യം. രണ്ട്, ആരും സ്വന്തമല്ല എന്ന് പറയുന്ന ഈ ലോകത്തിൽ നീ ദൈവത്തിന്റെ സ്വന്തമാണ്, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല എന്ന് ഉറപ്പ് നൽകിയതായ ദൈവാത്മാവിന്റെ വാഗ്ദാനം. അങ്ങനെയെങ്കിൽ ഈ വാഗ്ദാനങ്ങളോടുള്ള നമ്മുടെ പ്രതികരണമാണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ്. ഇറ്റ്സ് എ പ്രോമിസ് ദാറ്റ് ഇൻവൈറ്റ്സ് us to bear fruit. What is our response? നിങ്ങൾ ദൈവാത്മാവിന്റെ സ്വന്തമാണ് എന്ന് ചുറ്റുപാടുകൾ എങ്ങനെ മനസ്സിലാക്കും? ഒരു ചെടി നല്ലതാണ് എന്ന് നമ്മൾ പറയുന്നത് അതിന്റെ പൂവിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ ഫലത്തിൽ നിന്നോ.
So you have to bear fruit for him. അല്ലെങ്കിൽ ഫലദായകരായിട്ട് ഒരു ഫ്രൂട്ട് എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു പഴം എന്നുള്ള അർത്ഥത്തിലല്ല ഈ ഫലം എന്ന വാക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ പ്രയോജനമുള്ളവരായിത്തീരും. നമ്മൾ വീട്ടിൽ ഒരു കോഴിയെ വളർത്തിയ ഒരു ഉദ്ദേശമുണ്ട് അല്ലെ. നമ്മൾ വളർത്തുന്നത് ഒരു പെടക്കോഴിയാണെങ്കിൽ അതിൽ നിന്ന് മുട്ട ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ വളർത്തുന്നത് ഒരു പൂവൻ കോഴിയാണെങ്കിൽ സമയാസമയത്ത് കൂകി നമ്മളെ അറിയിക്കുക, നമ്മളെ ഉണർത്തുക എന്നുള്ളതാണ് ആ പൂവൻ കോഴിയുടെ ദൗത്യം. ഈ റോളൊന്ന് മാറ്റിയാലോ? പൂവൻ കോഴി മുട്ടയിടാൻ തുടങ്ങിയാലോ? പിടക്കോഴി കൂകാനായിട്ട് തുടങ്ങിയാലോ? പിടക്കോഴി നൂറ്റാണ്ടൊരു സിനിമ തന്നെ പണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് കേൾക്കാൻ സാധിച്ചു. അപ്പോ പിടക്കോഴി കൂകാൻ തുടങ്ങിയാൽ പഴയ ആൾക്കാർ പറയും പിന്നെ നിർത്താൻ പാടില്ല, കൊല്ലണം അല്ലെ. പൂവൻ കോഴി മുട്ടയിടാൻ തുടങ്ങിയാൽ ആൾക്കാർ പറയും അവനെ കൊല്ലണം. മാവിൽ നിന്നും നാം ചക്ക പ്രതീക്ഷിക്കുന്നില്ല, പ്ലാവിൽ നിന്നും നാം മാങ്ങയും പ്രതീക്ഷിക്കുന്നില്ല. ഇതൊക്കെ ഫലങ്ങളാണ്. പക്ഷേ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. ഞാനൊരു മാവ് നട്ട് അതിന് വെള്ളവും വളവും നൽകി വളർത്തുന്നത് അതിന് നെല്ലിക്ക പറിക്കാനല്ല. ഞാനൊരു മാവ് വളർത്തുന്നത് ചക്ക അടത്താൻ വേണ്ടിയുമല്ല. ഒരു മാവിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് മധുരമുള്ളതായ ഒരു മാങ്ങയാണ് അല്ലെ. അങ്ങനെയെങ്കിൽ ഫലദായകരായി തീരുവാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ ദൗത്യം നാം ഏറ്റെടുക്കുന്നുവെങ്കിൽ, നാം ദൈവം ആഗ്രഹിക്കുന്ന ഫലം ചുറ്റുപാടുകൾക്ക് നൽകുവാനായിട്ട് സാധിക്കണം. ഞാനെന്ന് പറയുന്നതായ ഒരു ചെടി ദൈവത്തിന് പ്രിയകരമാകണമെങ്കിൽ, ഞാനെന്ന് പറയുന്നതായ ചെടി മനോഹരമാകണമെങ്കിൽ, എന്നെ നട്ടു നനച്ചു വളർത്തിയതായ തമ്പുരാൻ എന്ത് ഫലം ആഗ്രഹിക്കുന്നുവോ ആ ഫലം നൽകുവാൻ എനിക്ക് സാധിക്കുന്ന സമയത്താണ്. എങ്ങനെ മനസ്സിലാക്കാം എന്താണ് ദൈവം എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നതായ ഫലം? അതാണ് ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ളതായ വാക്യങ്ങളിൽ ആത്മാവിന്റെ ഫലങ്ങളെ പറ്റി പറയുന്നത്. ഒന്ന് ലവ്, സ്നേഹം, സ്നേഹിക്കുവാനായിട്ട്. നാം പറയാറുണ്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ, എന്റെ സ്നേഹത്തിന് എന്താണ് പ്രശ്നം, ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നതെന്നുള്ള പ്രശ്നം. ഞാൻ സ്നേഹിക്കുന്നത് എന്റെ ഭാര്യയും എന്റെ മക്കളെയും എന്റെ വളരെ പ്രിയപ്പെട്ടവരെയും. എന്നാൽ എനിക്ക് ഉപാധികളില്ലാതെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുമോ? വളരെ 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 ക്രിട്ടിക്കലായിട്ടുള്ള, വളരെ വളരെ ചിന്തനീയമായ ഒരു ചോദ്യമാണ്. അൺകണ്ടീഷണൽ ലവ് എവിടെയാണ്? ഇന്ന് കാണാനായിട്ട് സാധിക്കത്തില്ല. ഇന്ന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹം എന്താണ്? ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ സകലത്തിലും അധികമായി സ്നേഹിക്കാൻ കഴിയുന്ന സ്നേഹം. സന്തോഷം, എപ്പോഴാ സന്തോഷം? ദൈവം ഞാൻ ദൈവത്തോട് ചോദിക്കുന്നതൊക്കെയും എനിക്ക് തരുമ്പോൾ, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെയും എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് സന്തോഷം. അതാണോ സന്തോഷം? വചനം നമ്മൾ ആവശ്യപ്പെടുന്നത് എപ്പോഴും സന്തോഷിക്കുവാനായിട്ട്. നിനക്ക് പനി ഉണ്ടാകുമ്പോൾ, നിനക്ക് COVID-19 ബാധയുണ്ടാകുമ്പോൾ, നിനക്ക് ക്യാൻസർ ഉണ്ടാകുമ്പോൾ, നീ നനയ്ക്കാത്ത നൊമ്പരങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ, നീ ജയിലായിരിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതുപോലെ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. സമാധാനം, എന്ത് സമാധാനമാണ് ഈ ലോകം നമുക്ക് നൽകുന്നത്? അല്ലെങ്കിൽ എന്ത് സമാധാനമാണ് നാം ലോകത്തിന് നൽകുന്നത്? കഴിഞ്ഞ ആഴ്ച വരുന്ന സമാധാനത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് ആ ഭാഗം വിടുക. ദൈവം ആഗ്രഹിക്കുന്ന സമാധാനം മൗനമായിരിക്കുന്ന സമാധാനമല്ല, വ്യവസ്ഥിതികൾക്ക് രൂപാന്തരം വരുത്തി ക്രിയാത്മകമായ സമാധാനം അത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. ഓർപ്പിക്കുന്നു ദീർഘക്ഷമ. പലരും നമ്മളെ ഓർപ്പിക്കുന്നു നീ 70 വട്ടം ക്ഷമിക്കണം. നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കാത്തത് കൊണ്ട് എന്തൊക്കെ ഭവിഷ്യത്തുകളാണ് വന്നിട്ടുള്ളത്. ഈ ലോക്ക്ഡൌൺ കാലയളവ് ഒരു ക്ഷമയുടെ കാലയളവായി മാറട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 60 ദിവസത്തിലധികമായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ നാം ചെലവഴിക്കുക. ഇപ്പോഴും ഉരുകിത്തീരാത്തതായ മഞ്ഞ് നമുക്കിടയിൽ ഉണ്ടെങ്കിൽ ഈ മഞ്ഞ് ഒരിക്കലും ഉരുകാനായിട്ട് പോകുന്നില്ല. ജീവിതത്തിന്റെ നിരർത്ഥകത, ജീവിതത്തിന്റെ നൈമിഷികത നമ്മളെ ഇത്രത്തോളം ബോധ്യപ്പെടുത്തുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ കാലഘട്ടത്തിൽ കടന്നുപോയിട്ടും നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിച്ചിരിക്കുന്ന മഞ്ഞ് ഉരുകി മാറിയില്ല എങ്കിൽ ഇനി ഈ മഞ്ഞുരുക്കാനുള്ള അവസരം നമുക്കില്ല എന്നുകൂടെ ഓർക്കണം. അതിനെ നമ്മളെ ഓർപ്പിക്കുന്നു. എന്തു തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പരസ്പരം ഭാരപ്പെടുത്തിയതായ, പരസ്പരം പഴിചാരി എറിഞ്ഞതായ, പരസ്പരം നൊമ്പരപ്പെടുത്തിയതായ എന്തൊക്കെ അനുഭവങ്ങൾ കടന്നു വന്നു എന്ന് പറഞ്ഞാലും ഈ 60 ദിവസങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ നാം ഇരുന്നത് ഒരു ക്ഷമയുടെ പാഠത്തിനായി അല്ലായിരുന്നെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കുന്നവരല്ല. എന്റെ ആത്മാവ് എന്നെ നടത്തുമ്പോൾ ആ ആത്മാവ് ആഗ്രഹിക്കുന്ന ഫലമല്ല നാം കൊടുക്കുന്നത് എന്ന് നാം ഓർക്കണം. അതുകൊണ്ട് ഈ ഫലം എന്ന് പറയുന്നത് ദീർഘക്ഷമയുടെ ഫലമാണ്. സ്നേഹത്തിന്റെ ഫലം, സന്തോഷത്തിന്റെ ഫലം, സമാധാനത്തിന്റെ ഫലം, ദീർഘക്ഷമയുടെ ഫലം, ദയയുടെ ഫലം. ഇന്ന് എവിടെയാണ് നമുക്ക് ദയ കാണാനായിട്ട് സാധിക്കുന്നത്? വളരെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളല്ലേ ഇന്ന് TV ചാനൽ തുറന്നാലും പത്രങ്ങൾ എടുത്താലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ ദയ വറ്റിപ്പോയതുകൊണ്ട്, നമ്മുടെ ദയ നശിച്ചു പോയതുകൊണ്ട്, നമ്മുടെ സഹോദരങ്ങൾ കണ്ണുനീരിൽ ആണ്ടുപോയ ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. പരോപകാരം
വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, പരോപകാരം. ഈ ലോക്ക്ഡൌൺ കാലയളവ് പരോപകാരത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പരോപകാരത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളാലാവത് പങ്കിടുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഇടവയെക്കുറിച്ച് ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. പല ദിവസങ്ങളിലായി നിങ്ങളോട് പറഞ്ഞിരുന്നു, ആവശ്യങ്ങളുള്ള പലര് ആവശ്യപ്പെടുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ സഹായിക്കും. നിങ്ങൾ പലരും അത്തരത്തിൽ സഹായിച്ചു. പലർക്ക് പല രീതിയിൽ സഹായം എത്തിക്കുവാനായിട്ട് നമുക്ക് ഈ ദിവസങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഇത്രയും മതിയോ? പോരാ. ഇനിയും നമ്മുടെ ചുറ്റുപാടുകൾക്ക് പങ്കിടുവാനായിട്ട്, ചുറ്റുപാടുകളെ ചേർത്ത് പിടിക്കുവാനായിട്ട് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് വേണ്ടത്? ഇന്ന് ലോകത്തിൽ പ്രയാസങ്ങളിലും നൊമ്പരങ്ങളിലും പട്ടിണിയിലുമായിരിക്കുന്ന ഈ ജനത്തെ ഇന്ന് നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ ചെയ്യാനായിട്ട്? അതുകൊണ്ട് ഈ കാലയളവ് ഓർമ്മപ്പെടുത്തലാണ്. ദൈവത്തിനു വേണ്ടി ഫലദായകരായി തീരുവാൻ, പരോപകാരത്തിന്റെ ഫലം നൽകുന്നവരായിട്ട് തീരുവാൻ നമുക്ക് സാധിക്കുമോ? വിശ്വസ്തത നമ്മുടെ ജീവിതയാത്രയിൽ എത്രത്തോളം വിശ്വസ്തതയിൽ നിലനിൽപ്പാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നെ വിശ്വസിച്ചതായി എന്റെ അയൽക്കാരൻ, എന്നെ വിശ്വസിച്ചതായി എന്റെ അയൽക്കാരി, എന്നെ വിശ്വസിച്ച എന്റെ കൂട്ടുകാരൻ, എന്റെ കൂട്ടുകാരി, എത്രത്തോളം അവരോട് തിരികെ വിശ്വസ്തത പുലർത്തുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും വലിയ സങ്കടങ്ങളിലൊന്നാണ് എന്റെ നൊമ്പരങ്ങൾ വിശ്വാസത്തോടെ പറയുവാൻ ആരുമില്ല. ഞാൻ നൽകുന്നതായ വിഭവങ്ങൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യാൻ ആളില്ല. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും വിശ്വസ്തരായ ആളുകളെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു വസ്തുതയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഏൽപ്പിക്കുന്നതായ ബന്ധങ്ങളിൽ, നമ്മളെ ഏൽപ്പിക്കുന്നതായ ഉത്തരവാദിത്തങ്ങളിൽ, നമ്മളെ ഏൽപ്പിക്കുന്നതായ വിഭവങ്ങളിൽ വിശ്വസ്തയോടെ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ഞാൻ ഈ ആത്മാവ് ആഗ്രഹിക്കുന്ന ഫലം നൽകുന്നതാണ്. സൗമ്യത എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണുമ്പോൾ വല്ലാതെ കുനിഞ്ഞിരിക്കുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഇന്ദ്രിയജയം, നമ്മുടെ ശാരീരിക അവയവങ്ങളെ വിജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? ദൈവം നമുക്ക് നൽകിയതായ വികാരങ്ങളെയും വിചാരങ്ങളെയും ക്രിയാത്മകമായി നിയന്ത്രിക്കുവാനും ഫലകരമായി അതിനെ നടത്തുവാനായിട്ടും നിറവേറ്റപ്പെടുവാനായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുകൾ വിരോധകരമായ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ തെറ്റായ കാഴ്ചപ്പാടുകൾ, തെറ്റായ കാഴ്ചകൾ, തെറ്റായ കേൾവികൾ നമ്മുടെ മുൻപിൽ നൽകുമ്പോൾ അതിനെ ജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ചുറ്റുപാടുകൾ തെറ്റായ സ്വാദ് നമുക്ക് നൽകുമ്പോൾ അതിനോട് നോ പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ ലോക്ക്ഡൌൺ കാലയളവിൽ, ഈ മഹാമാരിയുടെ മധ്യേ ഞാനും നിങ്ങളും ഭയപ്പാടോടുകൂടി നമ്മുടെ മുറിയിൽ കഥകടച്ചിരുന്നപ്പോൾ ഈ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാനുള്ള ഒരു ഒരുക്ക കാലഘട്ടം കൂടെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഈ ആഴ്ചയിലെ വചനധ്യാനം പൂർത്തീകരിച്ച് അടുത്ത ആഴ്ച പരിശുദ്ധാത്മാവെ വരിക ഞങ്ങളെ പുതുക്കുക എന്നുള്ള വിഷയമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനത്തെ പറ്റി നാം ഇന്ന് ധ്യാനിച്ചപ്പോൾ 3 കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിച്ചു. ഒന്ന്, പരിശുദ്ധാത്മാ വാഗ്ദാനം ജീവദായകമായ വാഗ്ദാനമാണ്. നിന്റെ നൊമ്പരങ്ങൾക്ക് ശേഷവും, നിന്റെ തകർച്ചകൾക്ക് ശേഷവും, നിന്റെ പതർച്ചകൾക്ക് ശേഷവും, നിന്റെ ഇല്ലായ്മകൾക്ക് ശേഷവും നിനക്ക് പുനർനിർമ്മിക്കാൻ സാധിക്കും, നിന്നെ പുനർനിർമ്മിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. യഹൂദാജനത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യോവേൽ പ്രവാചകനിലൂടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. അപൂർവങ്ങളായത് അവിടെ സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവ് സകല ജനത്തിന്മേലും പകരപ്പെട്ടപ്പോൾ അതിനോട് ചിലർ ക്രിയാത്മകമായി പ്രതികരിച്ചപ്പോൾ നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണുന്നതായ അനുഭവം, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണുന്നതായ അനുഭവം, നിങ്ങളുടെ വീട്ടിൽ പരിഗണന അനുഭവിക്കാത്ത ദാസ്യദാസന്മാർക്ക് പോലും പരിഗണന ലഭിക്കുന്നതായ അനുഭവം, അതാണ് ഈ തീയും ഗന്ധകവും ഇറങ്ങുന്ന അനുഭവത്തിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവോന്മുഖമായി നിലനിർത്തുന്നതും നിങ്ങളുടെ ജീവിതത്തെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ഈ മഹാമാരിയുടെ മധ്യത്തിൽ തീയും ഗന്ധകത്തിനും തുല്യമായ മഹാമാരി നമ്മുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രക്ഷിക്കപ്പെട്ട സമൂഹമായി നിലനിൽക്കുവാനായിട്ട് ഈ വാഗ്ദാനത്തിൽ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. 2, ദൈവം നമ്മളെ ഓർപ്പിക്കുന്നു. പരിശുദ്ധാത്മ വാഗ്ദാനം എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാണ് എന്ന് എനിക്ക് ഉറപ്പ് നൽകുന്ന വാഗ്ദാനമാണ്. ഈ ലോകത്തിൽ ഏറ്റവും സങ്കടം എനിക്ക് ആരുമില്ല എന്ന് പറയുന്നതാണ്. എന്നാൽ വചനം പറയുന്നു, ഞാൻ നിന്നെ അനാഥനായിട്ട് വിടുകയില്ല, നീ എന്നിൽ വിശ്വസിക്കുക, നീ എന്റെ കൽപ്പനകൾ അനുസരിക്കുക, ഞാൻ നിന്നെ അനാഥനായിട്ട് വിടുകയില്ല, എന്നേക്കും നിന്നോടുകൂടെ ഇരിക്കുന്നതിന് ഈ പരിശുദ്ധാത്മാവിനെ നിനക്ക് നൽകുന്നു എന്ന കർത്താവിന്റെ വാഗ്ദാനം. 3, നമ്മൾ കണ്ടത് ഇറ്റ് ഈസ് എ പ്രോമിസ് ദാറ്റ് ഇൻവൈറ്റ്സ് us to bear fruit. ഇത് ഫലം കായ്ക്കുവാനായിട്ട് എന്നെ ക്ഷണിക്കുന്നതായ ആത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നമ്മുടെ തകർന്ന ജീവിത സാഹചര്യങ്ങളെ കൈപിടിച്ചു നടത്തിയതായ ആത്മാവ്, നിന്റെ ദൈവത്തിന്റെ സ്വന്തമാണ് നീ എന്ന് ഉറപ്പ് നൽകിയതായ ആത്മാവ് ഇവിടെ നമ്മോട് പറയുകയാണ്, നീ ഫലം കായ്ക്കേണ്ടതുണ്ട്. എന്ത് ഫലമാണ്? ഈ വഴി നടത്തുന്ന ആത്മാവ് ആഗ്രഹിക്കുന്ന ഫലം നൽകുവാനായിട്ട് സാധിക്കണം. അത്
ഉപാധികളില്ലാത്തതായ സ്നേഹത്തിലൂടെയും എപ്പോഴും സന്തോഷിക്കുന്നതായ അനുഭവത്തിലൂടെയും ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും സന്തോഷിക്കുന്ന അനുഭവത്തിലൂടെയും ദൈവം ആഗ്രഹിക്കുന്ന സമാധാനത്തിന്റെ വക്താക്കളായി തീരുന്നതിലൂടെയും നമ്മുടെ ചുറ്റുപാടുകൾക്ക് ഉപാധികളില്ലാതെ ദീർഘമായ ക്ഷമ നൽകുന്നതിലൂടെയും എന്റെ ചുറ്റുപാടുകളിലോട് ദയ കാണിക്കുന്നതിലൂടെയും എന്റെ ചുറ്റുപാടുകളിൽ ദൈവം നൽകുന്ന വിഭവങ്ങൾ പങ്കിട്ട് നൽകി പരോപകാരത്തിന്റെ വക്താക്കളായി മാറുന്നതിലൂടെയും എന്റെ ഉത്തരവാദിത്തങ്ങളിലും എന്റെ ബന്ധങ്ങളിലും എന്റെ വിഭവങ്ങളിലും ദൈവത്തോടും എന്റെ ചുറ്റുപാടുകളോടും വിശ്വസ്തത പാലിക്കുന്നതിലൂടെയും സൗമ്യമായി ജീവിക്കുന്നതിലൂടെയും ദൈവം എനിക്ക് നൽകിയതായ ഇന്ദ്രിയങ്ങളെ അവന്റെ കൃപയിൽ അതിജീവിക്കുന്നതിൽ ഫലം കായ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം സ്വീകരിച്ച് ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിലനിൽപ്പാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവാദികത്തിനും പുത്രനാദികത്തിനും പരിശുദ്ധാത്മാവാദികത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസത്തെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൽ നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ കന്യകയായി ഉത്പാദിപ്പിക്കപ്പെട്ട് ജനിച്ച് പന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം മരിച്ചതിനെ എഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വസ്വ പിതാവ് അദ്ദേഹത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. നെഞ്ചുകളെ മരിച്ചവരെ ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധകാതോലികാസഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലും ഉത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ ആഴ്ച ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തവരുടെ പേരുകൾ വായിക്കട്ടെ. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തവർ ഈനോക് ഫിലിപ്പ് ജോർജ്, ഋത്വിക് വർഗീസ്, റോഷ്നി സൂസൻ തോമസ്, ആൽവിൻ കോശി തോമസ്, പൊന്നമ്മ ജോൺ, വർഗീസ് ജോർജ്, അൻവിത സാറ ജേക്കബ്, ഫേബ കെ പോൾ, ജോർജ് പി സി, അന്നമ്മ വർഗീസ്, പ്രിൻസി ജോർജ്, ശരത് ജോർജ് ഡേവിഡ്, അനിത ജോർജ്, റാണി വർഗീസ്, തോമസ് സി നൈനാൻ, ടോണി വിൻസൻ എ ജെ, സ്റ്റാനിയ എലിസബത്ത് ഗുരുവിള, അശോക് തോമസ്, പ്ലാക്കിൽ കുര്യൻ ജോൺ, രഞ്ജിത്ത് ഇറ്റിയേറ്റ് ജേക്കബ്, റേച്ചൽ മാത്യു, ഡേവിഡ് ഡി, ഷേർലി ആൽബർട്ട്. വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തവർ ജോൺ തോമസ് ആൻഡ് സിജി ജോൺ, ജോർജ് മാത്യു ആൻഡ് മീര മാത്യു, ജോസഫ് ജോൺ ആൻഡ് ദീപ ജോസഫ്, ജോർജ് തോമസ് ആൻഡ് എലിസബത്ത് ജോർജ് തോമസ്, തോമസ് കുരുവിള ആൻഡ് ഷേമ സാറ കുരുവിള, ജോർജ് അബ്രഹാം ആൻഡ് ആനി ജോർജ്, ജോയ് ജോസ് ആൻഡ് അർപ്പിത ജോർജ്, ഇട്ടു വർഗീസ് പുത്തൂർ ആൻഡ് അന്ന ഇട്ടു, സാമുവൽ ജോൺ ആൻഡ് സാറ ജോൺ, ജിൻസ് മാത്യു ജേക്കബ് ആൻഡ് റിൻസി ജിൻസ്, ഡിക്കി ഫിലിപ്പ് ടി ആൻഡ് ഷീബ ഡിക്കി ഫിലിപ്പ്, ദിലീപ് മാമൻ കുരുള ആൻഡ് അനില വർഗീസ്. ഇവരെ ഓർത്ത് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഞങ്ങളുടെ നാളുകളെ ദൈർഘ്യമാക്കുകയും ചെയ്യുന്ന ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആഴ്ചയിൽ ജീവിതത്തിൽ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുവാനും കുടുംബജീവിതത്തിലെ പുതിയ നാൾവഴിയിലേക്ക് പ്രവേശിപ്പാനും തക്കവണ്ണം ഇടയാക്കിയവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, അവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ദൈവം നല്ലവനായി കൂടെ ഇരുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ജീവിതയാത്രയിൽ പിൻപിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവെ, എത്ര അതിശയകരമായാണ് അങ്ങ് അവരെ വഴി നടത്തിയതെന്ന് ഓർക്കുവാൻ തക്കവണ്ണം കർത്താവെ, ഈ ദിവസങ്ങൾ അവരെ സഹായിച്ച വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, അങ്ങയുടെ കരുതലിനും കാവലിനും ആശ്രയിച്ച് ജീവിപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, പ്രവേശിക്കുന്ന വർഷം അനുഗ്രഹത്തിന്റെ വർഷമായി തീരുവാനും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാനും തക്കവണ്ണം ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവ്, ഈ കാലയളവിൽ ദൈവത്തിൽ തുടർന്നും ആശ്രയിപ്പാനും ബലപ്പെടുവാനും ഇടയാക്കണം. പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ കരുതുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളുടെ ആയുസ്സിൽ ഒരിക്കൽ കൂടെ നിന്റെ സന്നിധിയിൽ ചേർന്ന് വരുവാൻ നീ തരുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഭാരങ്ങളുമായി, ഞങ്ങളുടെ പ്രയാസങ്ങളുമായി, നൊമ്പരങ്ങളുമായി, ഞങ്ങളുടെ ജീവിതത്തിൽ നീ തന്നെ നൽകിയതാ നന്മകൾക്ക് സ്തോത്രം അർപ്പിക്കുവാനായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി നാഥ ഞങ്ങൾ നിന്റെ പാദപീഠത്തിങ്കൽ അണയുന്നു. കർത്താവെ, ഞങ്ങളുടെ ലോകം കടന്നു പോകുന്നതായ പ്രതിസന്ധി കർത്താവെ ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തുന്നതാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഓർഡറുകളും കർത്താവെ തകിടം മറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ജീവിതത്തിൽ കരുതി വെച്ചതായ ബ്ലൂ പ്രിന്റുകൾ വല്ലാതെ തെറ്റിപ്പോയിരിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ചിന്തകൾക്ക് അതീതമായി ഞങ്ങൾ നനയ്ക്കാത്ത തരത്തിലുള്ള പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവെ, ഞങ്ങൾ എത്ര ബലഹീനരാണെന്ന്, ഞങ്ങൾ എത്ര ചെറിയ മനുഷ്യരാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നതാണ്. ആ തിരിച്ചറിവുമായി നിന്റെ സന്നിധിയിൽ ഞങ്ങൾ താണിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, വേദനയിൽ അണ്ടുപോയതായ ഈ ലോകത്തിനു മേൽ നിന്റെ കരുണയുടെ കരം നീട്ടുന്നതിന് വേണ്ടി ദൈവമായ കർത്താവെ, പരുക്കേറ്റ ഈ ലോകത്തിന് മീതെ ദൈവമായ കർത്താവെ നിന്റെ സുഗന്ധ ലേപനം പൂശുന്നതിന് വേണ്ടി, നിന്റെ സൗഖ്യദായകമായ കരം വീശുന്നതിന് വേണ്ടി ദൈവമായ കർത്താവെ, ഞങ്ങളിതാ ഞങ്ങളുടെ ഭവനങ്ങളിലായിരുന്ന ഒരു മനസ്സോടെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഹൃദയങ്ങൾ അർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഒരിക്കൽ കൂടെ ഈ മഹാമാരിയിൽ പ്രയാസം അനുഭവിക്കുന്ന ലോകത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, 50 ലക്ഷത്തിലധികം ആളുകൾ ലോകമാകമാനം രോഗബാധിതരായി എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമായ കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് നൊമ്പരപ്പെടുന്നവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലക്ഷങ്ങൾക്ക് കർത്താവെ ജീവൻ നഷ്ടപ്പെട്ടു. കർത്താവെ, ഇനിയും അനേകം ആളുകൾ ആശുപത്രിയിൽ ജീവനും മരണത്തിനുമിടയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ദയവായ കർത്താവെ, ഈ അവസ്ഥയ്ക്ക് ഒരു രൂപാന്തരം ആവശ്യമാണ്. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥ. ദയവായ കർത്താവെ, ഉറ്റവർ നഷ്ടപ്പെട്ട, കർത്താവയുടേവർ നഷ്ടപ്പെട്ട അനേകരുണ്ട്. കർത്താവ്, പ്രിയപ്പെട്ടവർക്ക് ഉചിതമായ ഒരു യാത്രയേക്ക് പോലും കൊടുക്കുവാൻ കഴിയാതെ, കർത്താവെ അവരുടെ മരണനേരത്തൊന്ന് കാണുവാൻ കഴിയാതെ, അവരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഒന്ന് കാണുവാൻ കഴിയാതെ ഭാരത്തോടെ വ്യസനത്തോടെ ആയിരിക്കുന്ന അനേകം ആളുകൾ, കർത്താവെ നിന്റെ സാന്ത്വനം കർത്താവ് പ്രിയപ്പെട്ടവരുടെ മേൽ അവിടുന്ന് പകരണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദയവായ കർത്താവെ, ഈ മഹാമാരിയോട് പടവെട്ടുന്നതായ ഒരു വലിയ സമൂഹമുണ്ട്. കർത്താവെ, ഡോക്ടേഴ്സ്, നഴ്സുമാര്, പൊതുപ്രവർത്തകര്, ആരോഗ്യ പ്രവർത്തകര്, ദയവായ കർത്താവെ, അങ്ങനെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിൽ നിന്നുകൊണ്ട് ഈ മഹാമാരിക്കെതിരായി പ്രവർത്തിക്കുന്ന, കർത്താവിന്റെ രോഗവ്യാപനത്തെ തടയുവാൻ യത്നിക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുന്നു നാഥ. ദൈവമായ കർത്താവെ, നിന്റെ കരുണയിൽ അവരെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, എല്ലാ ലോകരാജ്യങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, നിന്റെ സമാധാനത്തിന്റെയും നിന്റെ സൗഖ്യത്തിന്റെയും നിന്റെ ആശ്വാസത്തിന്റെയും കരങ്ങൾ കർത്താവെ ഈ ലോകത്തിന് മേൽ കർത്താവെ നീട്ടി അവരുടെ സൗഖ്യം അനുഭവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളെ ഓർക്കുന്നു, ഗൾഫ് രാജ്യങ്ങളെ ഓർക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപയും കരുണയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഭാരതദേശത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു നാഥ. കർത്താവെ, ഞങ്ങളുടെ ദേശത്തിലും 1 ലക്ഷത്തിലധികം രോഗികൾ ആയിക്കഴിഞ്ഞു. ദൈവമായ കർത്താവെ, നിന്റെ കരുണയുടെ കരം ഞങ്ങൾക്ക് ആവശ്യമാണ്. ദൈവമായ കർത്താവെ, അനേകര് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദേശത്തോട് മനസ്സരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. പ്രത്യേകിച്ച് ഞങ്ങളായിരിക്കുന്ന തമിഴ്നാട് സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദേശത്തിലും 13,000-ലധികം രോഗികളായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ വസിക്കുന്ന ഈ ചെന്നൈ നഗരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദയവായ കർത്താവെ, വല്ലാത്ത തോതിൽ ഞങ്ങളുടെ നഗരത്തിൽ രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ കരുണ ആവശ്യമാണ്. പ്രത്യേകിച്ച് ലോക്ക്ഡൌണിന്റെ ഇളവുകളൊക്കെ കർത്താവ് അനുഭവിക്കുമ്പോൾ കർത്താവെ, രോഗമല്ലാതെ വ്യാപിക്കാൻ ഇടയുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ സ്നേഹവും അവിടുത്തെ കരുണയും കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. കർത്താവ്, രോഗം വല്ലാതെ വ്യാപിച്ചിരിക്കുന്നതായ മഹാരാഷ്ട്ര സംസ്ഥാനത്തിനായിട്ട്, ബോംബെക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഡൽഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജസ്ഥാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, നിന്റെ കരുണ ഈ സംസ്ഥാനങ്ങളിൽ പ്രത്യേകമായി
ദൈവമായ ഒരു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമായ കർത്താവ്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ദേശത്ത് അതിഥി തൊഴിലാളികളായി ജോലി ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവ്. ഈ ദിവസങ്ങൾ സങ്കടകരമായ വാർത്തകളാണല്ലോ ഞങ്ങൾ ലഭിക്കുന്നത് കർത്താവെ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് കാൽനടയായും ബസ്സുകളിലും ട്രക്കുകളിലും ഒക്കെ യാത്ര ചെയ്ത് റെയിൽപാളങ്ങളിലൂടെയൊക്കെ നടന്ന കർത്താവെ, പട്ടിണിയെ അതിജീവിക്കാനായിട്ട് സ്വന്തം ദേശങ്ങളിലേക്ക് സ്വന്തം സംസ്ഥാനങ്ങളിലേക്കൊക്കെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ദൈവമായ കർത്താവെ, അവരുടെ ജീവിത അവസ്ഥയ്ക്ക് കർത്താവെ രൂപാന്തരം വരുത്തുവാൻ നിനക്ക് സാധിക്കും. ദൈവമായ കർത്താവെ, അവിടുത്തെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ അപകടങ്ങളിലൂടെ നിരവധി ആളുകൾ കർത്താവെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. അവരുടെ ഈ വലിയ വ്യഥയിൽ കർത്താവെ, അവരുടെ ഈ വലിയ നൊമ്പരങ്ങളിൽ കർത്താവെ, കാഴ്ചക്കാരായിരിക്കാൻ കർത്താവെ, മറ്റുള്ളവർക്ക് ഇറങ്ങി പ്രവർത്തിപ്പാൻ ആവശ്യമായ വിവേകവും പരിജ്ഞാനവും വഴികളും അവിടുന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ദയവായി കർത്താവെ, ഇനിയും ജീവൻ പൊലിയാതെ വണ്ണം കർത്താവെ നിന്റെ മക്കളെ അവിടുന്ന് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്ത് സമാധാനവും സ്വസ്ഥതയും പുലരുവാൻ തക്കവണ്ണം സ്വർഗീയ പിതാവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു നാഥ. ഞങ്ങൾക്ക് നീ അവകാശമായി നൽകിയിരിക്കുന്ന ഈ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ 72 വർഷമായി ഈ മഹാനഗരത്തിൽ കർത്താവെ അവിടുന്ന് ഞങ്ങളെ നിലനിർത്തുന്നല്ലോ. നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും ഏൽപ്പിക്കാം കർത്താവ്. പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഭവനങ്ങളിലൊക്കെ ഞങ്ങൾ ആയിരിക്കുന്നു കർത്താവെ. പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ദൈവമായ കർത്താവ്, പ്രിയപ്പെട്ടവർ വിദേശത്തായിരിക്കുന്നുണ്ട്, ഭാരങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, വിവിധ രോഗങ്ങൾക്ക് കർത്താവെ ചികിത്സ എടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ കരുണ, അവിടുത്തെ അനുഗ്രഹങ്ങൾ കർത്താവെ ഞങ്ങളുടെ മേൽ അവിടുന്ന് പകരണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വാർദ്ധക്യത്തിലുള്ള ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിവിധ രോഗങ്ങൾക്ക് ചികിത്സ എടുക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ കരുണ ഞങ്ങളിൽ അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. കർത്താവെ, അകലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അവിടുത്തെ സ്നേഹവും അവിടുത്തെ കരുണയും കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പഠനത്തിന് വേണ്ടി പോയിരിക്കുന്നവരുണ്ട്, ദൈവമായ കർത്താവ്. വിദേശങ്ങളിൽ ജീവനോപാധിക്ക് വേണ്ടി പോയിരിക്കുന്നവരുണ്ട്, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ സമാധാനവും സ്വർഗീയമായ കാവലും കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവിടുന്ന് നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ഞങ്ങളുടെ വിവിധങ്ങളായ ഭാരങ്ങളുമായി നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു നാഥ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ പോകാനായിട്ട് കർത്താവെ അവരുടെ അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നല്ലോ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ മുറ്റുമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥ. അവിടുത്തെ കരുണയുടെ ചിറകടിയിൽ, അവിടുത്തെ സ്നേഹത്തിന്റെ ചിറകടിയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ കരുണകൾക്കായിട്ട്, അവിടുത്തെ ദയക്കായിട്ട്, അവിടുത്തെ നന്മകൾക്കായിട്ട് ഞങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പലയിടങ്ങളിലായി ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ മറന്നാലും മറക്കാത്തതായ ഒരു ദൈവമുണ്ട്, ഞങ്ങൾ മറന്നാലും മറക്കാത്തതായ ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, നിന്റെ സ്നേഹത്താൽ അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, നിന്റെ കരുതലിനാൽ അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. കർത്താവ്, കുടുംബജീവിതത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ്, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ്, കുടുംബജീവിതത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ നാളുകളിലൊക്കെ വിവാഹം നിശ്ചയിച്ചിരുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവിന്റെ തീയതികളൊക്കെ മാറ്റിക്കുറിക്കപ്പെടുന്നു. ദൈവമായ കർത്താവെ, അതിന്റെ സാഹചര്യങ്ങളൊക്കെ അവിടുന്ന് ഒരുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമായ കർത്താവെ, പല ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ്. തലമുറകൾക്കായി ആഗ്രഹിക്കുന്നവരുണ്ട് ദിവസങ്ങളിൽ കർത്താവെ, നിന്റെ വിശ്വസ്ത കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥ. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളുമായി, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ഞങ്ങളുടെ സന്നിധിയിൽ വരുന്നു കർത്താവ്. ലോകമെമ്പാടും പലയിടങ്ങളിലായി ആരാധിക്കുന്ന ആരാധന സമൂഹത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഭവനങ്ങളിൽ വരുന്ന ആരാധനകൾക്കായിട്ട് നന്ദി പറയുന്നു ദൈവമായ കർത്താവെ. അവിടുത്തെ കരുണയിലും അവിടുത്തെ കൃപയിലും നീ സൂക്ഷിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് ഈ ഇടവയ്ക്ക് ഈ നാളുകൾ കർത്താവെ അവിടെ നൽകിയിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങൾക്കായിട്ട്, നന്മകൾക്കായിട്ടും അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. പ്രത്യേകിച്ച് ഈ ഇടവകയിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് പുതുതായി നിയോഗിക്കപ്പെടുന്ന പ്രിയപ്പെട്ട റോബിനച്ചനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥ. പ്രത്യേകിച്ച് നിന്റെ മകന്റെ യാത്രകൾക്ക് വേണ്ടിയൊക്കെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ന്യൂയോർക്കിലാണല്ലോ വാഹന ക്രമീകരണങ്ങളൊക്കെ ആവശ്യമുണ്ട് ദൈവമായ കർത്താവെ.
ആ ക്രമീകരണങ്ങളെയൊക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, യഥാവിധം യഥാസമയം യാത്ര ചെയ്യുവാൻ തക്കവണ്ണം, തക്ക സമയത്ത് ഇടവകയുടെ ശുശ്രൂഷ ഏറ്റുവാൻ തക്കണം ഒക്കെ കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട സൂരജിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവമായ കർത്താവിന് അവന്റെ ശുശ്രൂഷകൾ കർത്താവെ അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണം. കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ബലഹീനരായിരിക്കുന്ന ശുശ്രൂഷകളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ആഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും, നമ്മുടെ വ്യക്തിപരമായ ഭാരങ്ങളെയും, വ്യക്തിപരമായ നൊമ്പരങ്ങളെയും, പരസ്പരം പറയുവാൻ കഴിയാത്ത പ്രയാസങ്ങളെയും ഒക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ നൊമ്പരങ്ങളിൽ നമ്മുടെ ചാരത്തണയുന്നതായ ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ചേർന്നിരിക്കുന്നതായ ഒരു ദൈവം നമുക്കുണ്ട്. അവനാണ് നമ്മുടെ സങ്കേതം, അവനാണ് നമ്മുടെ അഭയം. നമ്മുടെ ജീവിതത്തിൽ ഇരുൾ നിറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കർത്താവെ ഹൃദയത്തിൽ ഭാരങ്ങൾ നിറയുമ്പോൾ, നമ്മുടെ പ്രയാസം കൊണ്ട് നമ്മൾ വല്ലാതെ തകർക്കപ്പെടുമ്പോൾ അവനാണ് നമ്മുടെ ആശ്രയം, അവനാണ് നമ്മുടെ സങ്കേതം. എന്റെ എല്ലാ ഭാരങ്ങളും ചുമക്കുമെന്ന് വാക്ക് നൽകിയവൻ, എന്നും എന്നെ താങ്ങി നടത്താമെന്ന് വാക്ക് നൽകിയവനായ കർത്താവ്, അവന്റെ കരങ്ങൾ എന്റെ കണ്ണുനീർ തുടയ്ക്കാൻ മതിയായതാണ്. ഇത്ര നല്ല ഒരു പ്രിയനെ രുചിച്ചറിയുവാൻ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും എല്ലാ വഴികൾക്കായിട്ടും സ്തോത്രം ചെയ്യാം. അവൻ നമ്മുടെ അരികിൽ ചേർന്നിരുന്ന് എന്റെ ഭാരങ്ങളെ വഹിക്കുന്നവനാണ്, എന്റെ നൊമ്പരങ്ങൾ തുടച്ചു കളയുന്നവനാണ്, എന്റെ പ്രയാസങ്ങൾക്ക്, എന്റെ അവസ്ഥകൾക്ക് രൂപമാറ്റം വരുത്തുന്നവനാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവമുൻപാകെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. എന്റെ സങ്കേതം അവനാണ്, എന്റെ ബലമാണ്, എന്റെ പ്രയാസങ്ങളിൽ ഏറ്റവും അടുത്ത തുണ അവനാണ്. ഏത് നേരത്തിലും, ഏത് ഭാരങ്ങളിലും, ഏത് പ്രയാസങ്ങളിലും എനിക്കരികിൽ വരുവാൻ അവൻ മാത്രമാണ്. ഇരുൾ നിറയുന്ന വഴികളിൽ, കരൾ വീങ്ങുന്നതായ വേളകളിൽ എന്റെ അരികിൽ വരുവാൻ, കൃപകൾ തരുവാൻ ഇതുപോലെ മറ്റാരുമില്ല. എല്ലാ ഭാരങ്ങളും അവൻ വഹിക്കും. എന്നും അവരെന്നെ താങ്ങി നടത്തും. തന്റെ കരത്താൽ എന്റെ കണ്ണുനീർ തുടച്ചു കളയും. എന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് രൂപാന്തരം. നന്ദി നാഥ, ഇത്രയും നല്ല ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതുണ്ട്. അവനെ ഈ ധരയിൽ രുചിച്ചറിയുവാൻ ഞങ്ങൾ നൽകുന്ന അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കണ്ണുനീരിലും വേദനകളിലും പ്രയാസങ്ങളിലും ആണ്ടുപോയ ഈ ലോകത്തെ നീ താങ്ങി നടത്തുന്നേ. ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
ഭാരത്തോട് പ്രയാസത്തോടെ അവിടുത്തെ സന്നിധിയിൽ വന്ന് ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ അവിടുന്ന് പ്രവർത്തിക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിശ്വാസത്തോടെ നിന്റെ മക്കൾ അവിടുത്തെ സന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്നതായ അപേക്ഷകളുടെ മേൽ അവിടുന്ന് മനസ്സെളിഞ്ഞ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ തുടർന്നും നിന്റെ കരുണയും സാന്നിധ്യവും അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. വിശ്വാസത്താൽ പ്രതിസന്ധികളാൽ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവോ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട് പൊതുവിലുള്ളതായ സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ളതായ സ്തോത്ര പ്രാർത്ഥന. സർവശക്തിയുള്ള ദൈവമേ, സകലങ്ങളുടെയും പിതാവേ, അയോഗ്യരാടിയാരോട് സകല മനുഷ്യരോട് നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആദരകരുണയ്ക്കായിട്ടും ഞങ്ങൾക്ക് മഹാവിനവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആഴ്ചയിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും ലോകത്തെ വീണ്ടെടുത്തതിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ കൂടാതെ നിന്നുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവികളെ ഏൽപ്പിച്ചാളൊക്കെയും വിശുദ്ധിയോട് നീതിയോട് നിന്റെ മുമ്പാകെ നടന്നു. അങ്ങനെ ഞങ്ങളുടെ അകലങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലെ പുതിയ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകലങ്ങളെയും പുസ്തകതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവന് നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തെ മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. രണ്ടോ മൂന്നോ അവരുടെ നാമത്തിൽ കൂടുമ്പോൾ അവർ അപേക്ഷ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവിന്റെ ആഗ്രഹങ്ങളെ അപേക്ഷകളെ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനാ വിശ്വാസത്തോട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാലോടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്നു ദൈവത്തെ അനുഗ്രഹവും കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളോടും നാം ഓർത്ത് പ്രാർത്ഥന വിഷയങ്ങളോടും ഇപ്പോഴും നീക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ വിശുദ്ധ ആരാധന സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദേവാലയത്തിൽ എത്രയും പെട്ടെന്ന് കൂടി വന്ന് ആരാധിക്കാനുള്ള സാഹചര്യം ദൈവം നമുക്ക് ഒരുക്കി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ആരാധനയിൽ ഓർപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ ട്രാൻസ്ഫർ ക്രമീകരണങ്ങൾ ഏകദേശം ഉറപ്പാക്കപ്പെട്ടിട്ടുണ്ട്. ജൂൺ മാസം 3-ാം തീയതി നാട്ടിലേക്ക് യാത്ര ചെയ്യാനുള്ള ട്രാവൽ പാസ് കേരള തമിഴ്നാട് ഗവൺമെന്റുകളുടെ ട്രാവൽ പാസ് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ജൂൺ മാസം 3-ാം തീയതി രാവിലെ കുടുംബമായിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നാട്ടിലെ അറിയിപ്പ് അനുസരിച്ച് ജൂൺ മാസം 20-ന് ശേഷമാണ് നാട്ടിലെ അച്ഛന്മാരുടെ ട്രാൻസ്ഫറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തപ്പെടുന്നത്. എന്നാൽ ഞങ്ങൾക്ക് നാട്ടിൽ ചെന്നിട്ട് 14 ദിവസത്തെ ക്വാറന്റൈനിൽ ഇരിക്കേണ്ടതുണ്ട്, ഹോം ക്വാറന്റൈനിൽ ഇരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഞങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ ക്രമീകരണം അനുസരിച്ച് കോട്ടയത്ത് റോഷന്റെ ഭവനത്തിലേക്ക് പോയി അവിടെ ക്വാറന്റൈൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് മല്ലശ്ശേരിയിലേക്ക് പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും നിങ്ങളുടെ പ്രാർത്ഥനയെ ഓർക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇവിടേക്ക് കടന്നു വരേണ്ടത് ന്യൂയോർക്കിൽ നിന്ന് പ്രിയപ്പെട്ട റോബിൻ അച്ഛനാണ്. അച്ഛനുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ നിലയിൽ അറ്റ് ദ ഏർലിയസ്റ്റ് ജൂൺ മാസം അവസാനത്തേക്ക് മാത്രമേ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ അറിവ്. അത് നീണ്ടുപോകാനും ഇടയുണ്ട്. അങ്ങനെയാണെങ്കിലും ജൂലൈ പകുതിയോടുകൂടി മാത്രമേ അച്ഛന് ചാർജ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുവരെ പ്രിയപ്പെട്ട സൂരജ് തോമസ് അച്ഛനാണ് നമുക്ക് പാസ്റ്റർ കെയർ ആയിട്ട് ബന്ധങ്ങൾക്ക് ആവശ്യമായ പാസ്റ്റർ കെയർ നൽകാനായിട്ട് ഇവിടെയുള്ളത്. അച്ഛനെ നിങ്ങൾക്ക് ആ ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കാവുന്നതാണ്. ഈ മാസം അവസാനം വരെ, ജൂൺ മാസം 3 വരെ ഈ ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കുകയും ചെയ്യാമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഈ ദിവസങ്ങൾ നിങ്ങൾ നൽകുന്ന വലിയ സ്നേഹത്തിനും പിന്തുണയ്ക്കുമായിട്ട് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയും ചെയ്തു. നമ്മളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രതിസന്ധി നാം അതിജീവിക്കും. ഒരുക്കത്തോടെ, പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം കൃപ കൊണ്ട് നമ്മളെ ബലപ്പെടുത്തട്ടെ. താങ്ക് യു.